Opening hours with MyFin. അടുത്തായിട്ട് നമുക്കറിയേണ്ട മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസുമാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസുമായിട്ട് നിലയിൽ ഇപ്പോൾ ഹാർനസ് ഫിന്നിൻ്റെ ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റും CFPയും ആയിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാർ നമ്മളോട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അനീഷ് സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഓപ്പണിംഗ് അവേഴ്സ്. ഗുഡ് മോർണിംഗ് സർ. സാറിനോട് ആദ്യം തന്നെ ചോദിക്കാനായിട്ടുള്ളത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളമാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുണ്ടായിരുന്ന ഒരു 3 ദിവസത്തെ ഇടിവിന് ശേഷം ഇന്നലെ ഒരു വളരെ മികച്ച രീതിയിലുള്ളൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.42% ഒരു നേട്ടം തന്നെയാണ് നിഫ്റ്റി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി നിലവിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? നമ്മൾ നോക്കേണ്ടത് ഈ 26,000 എബോ വരുമ്പോൾ അവിടെ സസ്റ്റൈനബിലിറ്റി ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിരുന്നു അത് 26,000 എബോ വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു ഇറ്റ്സ് എ ബയാസ് ഇസ് പോസിറ്റീവ്. ആ ഒരു ബയാസ് പോസിറ്റീവായി നിൽക്കുമ്പോഴും 26,250 എന്ന് പറയുന്ന വളരെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് അവിടെ നിൽക്കുന്നുണ്ട്. ബട്ട് ഇത് സസ്റ്റെയിൻ ചെയ്യുമോ? ഇന്ന് ഒരുപക്ഷെ ഫ്രൈഡേ ആണ്, ലാസ്റ്റ് വീക്ക് ട്രെയിൻ ഡേ ആണ്. അപ്പോൾ ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ബട്ട് നെക്സ്റ്റ് വീക്കില് മൺഡേ ട്യൂസ്ഡേ ഒക്കെ ഒരു പുൾ ബാക്ക്, നല്ലൊരു പുൾ ബാക്ക് ഇനിഷ്യേറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മളെ സസ്റ്റൈനബിലിറ്റി വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. അപ്പോഴേക്കും ഒരു സൈഡ് ബേസിലേക്ക് നീങ്ങാനുള്ള സാധ്യത നമ്മൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ബട്ട് ഇപ്പോൾ റൈറ്റ് നൗ ഇറ്റ്സ് പോസിറ്റീവ്. സപ്പോർട്ട് സോണും പഴയതുപോലെ തന്നെ തുടരുന്നുണ്ട്. ആ ഒരു 25,800 ലെവലിൽ നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഷോർട്ട് ടൈം പോസിറ്റീവ് വ്യൂ വിത്ത് ഒരു കോഷ്യസ് നോട്ടോട് കൂടി പോകുന്നതായിരിക്കും നല്ലത്. സാർ, നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും സമാനമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അതായത് മുൻദിനങ്ങളിലൊക്കെ തന്നെ നിഫ്റ്റി ബാങ്കിന് ലാഗ് ചെയ്തതായിട്ട് കണ്ടിട്ടുള്ളായിരുന്നു. ആ ഒരു ഇൻഡെക്സിലെ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള HDFC ബാങ്കും ICICI ബാങ്കുമായിരുന്നു. എന്നാൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിലും അതിന് ഒരു റിവേഴ്സൽ ഉണ്ടാകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കുതിപ്പ് കണ്ടിന്യൂ ചെയ്യുമോ അതോ ഒരു കറക്ഷനിലേക്ക് പോകുമോ? എന്താണ് സാറിൻ്റെ ടേക്ക്? ഇല്ല, അത്രത്തോളം ഒരു കറക്ഷനിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാങ്കിന്റെ ഒരു പെർഫോമൻസ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള സിസ്റ്റം എല്ലാം തന്നെ ബാങ്കിന് പോസിറ്റീവാണ്, എക്കോ സിസ്റ്റം എല്ലാം പോസിറ്റീവാണ്. അതുകൊണ്ട് ഞാനൊരു പോസിറ്റീവ് വ്യൂ തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 60,000 എബോ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴത്തെ ലെവലിൽ എന്തായാലും ബാങ്ക് നിഫ്റ്റിക്കുണ്ട്. നമ്മൾ ഇമ്മീഡിയറ്റ് അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു പുൾ ബാക്ക് വന്നെങ്കിൽ പോലും തിരിച്ചൊരു റിക്കവറി, ആ സ്പീഡും ആ ഒരു സ്ട്രെങ്തും ഒക്കെ തന്നെ ഇപ്പൊ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു സ്ട്രെങ്ത് ഉണ്ട് എന്നത് തന്നെയാണ്. 60,000 ലെവലിൽ പോകാനുള്ള സാധ്യതയുണ്ട് അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ. ചെറിയ വോൾട്ടാലിറ്റി സെക്ഷൻസിന് ആണ് ഇപ്പോൾ സാധ്യത. കാരണം എല്ലാ പ്രാവശ്യവും വോൾട്ടാലിറ്റി കുറഞ്ഞിരുന്നു, ഇപ്പോൾ വോൾട്ടാലിറ്റി കൂടുതലുണ്ട്. അപ്പൊ ബോത്ത് സൈഡിലേക്ക് വരികാനും പോകാനും, ബട്ട് അൾട്ടിമേറ്റ്ലി പോസിറ്റീവിലേക്ക് നിലനിൽക്കാനാണ് സാധ്യത. അപ്പൊ എനിക്ക് തോന്നുന്നു ബാങ്കിങ്ങില് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വ്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗുഡ് മോർണിംഗ് അനീഷ്. അനീഷ്, ഈ ടെക്സ്റ്റൈൽ സ്റ്റോക്സ് ഇല്ലേ, അതായത് ഇപ്പോൾ ഏത് വേണമെങ്കിലും അനീഷിൽ നോക്കാം. ഇപ്പോൾ ഗോകുൽ ദാസ് എക്സ്പോർട്സ്, അല്ലെങ്കിൽ KPR മിൽസ്, അല്ലെങ്കിൽ പേൾ ഗ്ലോബൽ, അല്ലെങ്കിൽ വെൽസ്പൺ. ഞാൻ ഈ ടെക്സ്റ്റൈൽ സ്റ്റോക്സ് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ ടാരിഫ് കാരണം എഫക്റ്റ് ചെയ്ത ഒരു സെക്ടറാണ് ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഏത് കൺട്രിയുടെ ആയിട്ടുള്ളൊരു ട്രേഡിൻ്റെ ഫിഗർ എടുത്താലും ടെക്സ്റ്റൈൽ ടോപ്പ് 5 ഐറ്റമായിട്ട് ഫീച്ചർ ചെയ്യുന്നു എന്നുള്ള നമുക്കറിയാമല്ലോ. ഓൾറെഡി നമുക്ക് US മാർക്കറ്റായിട്ട് ഒരു ട്രേഡ് ടാരിഫിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് കാരണം ടെക്സ്റ്റൈൽ സ്റ്റോക്കൊക്കെ ഡിപ്രസ്ഡ് ആയിരുന്നു എന്നുള്ള ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഇന്നലത്തെ ഒരു ന്യൂസ് വന്നിരിക്കുന്നു, മെക്സിക്കോ ടു ഇമ്പോസ് 50% ടാരിഫ് ഓൺ ദോസ് കൺട്രീസ് ഹു ഡസൻ ഹാവ് എ ട്രേഡ് ഡീൽ വിത്ത് മെക്സിക്കോ എന്നുള്ള രീതിയിൽ. അതിൽ ഇന്ത്യയും പെടും, ചൈനയും തായ്ലൻഡും കൂടാതെ ഇന്ത്യയും പെടും. അതിനകത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് ഗാർമെൻസിൻ്റെ എക്സ്പോർട്സ് നമ്മൾ മെക്സിക്കോയിലായിട്ട് $190 million ചെയ്യുന്നു എന്നുള്ള. അപ്പോൾ ടെക്സ്റ്റൈൽ സ്റ്റോക്സ് വളരെ ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ സെക്ടർ ഡിപ്രസ്ഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ബട്ട് ഏതെങ്കിലും ഒരു സമയത്ത് US ആയിട്ട് മെക്സിക്കോ ആയിട്ട് ട്രേഡ് ഡീൽ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ലോവർ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പ് സ്പേസിലുമാണ് ഈ ടെക്സ്റ്റൈൽ സ്റ്റോക്സ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതിനകത്ത് ഗോകുൽ ദാസ്, KPR മിൽസ്, പേൾ ഗ്ലോബൽ, വെൽസ്പൺ ഒക്കെ അതിനകത്തുള്ള ഒരു ബെനിഫിഷ്യറി കമ്പനീസാണ്. ഇതിൽ ഏതെങ്കിലും സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ആ സെക്ടറിൻ്റെ ഒരു അക്യൂമുലേഷൻ നടക്കുന്നുണ്ടോ? അതായത് ആർക്കും വേണ്ടാത്തപ്പോൾ മിണ്ടാതെ ആരോടും പറയാതെ ഇത് അക്യൂമുലേറ്റ് ചെയ്യുന്നുണ്ടോ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ്? അങ്ങനെ എന്തെങ്കിലും ചാർട്ട് കാണിക്കുന്നുണ്ടോ അനീഷ്? നമ്മള് ചില സെക്ടേഴ്സ്, ചില സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല. ബട്ട് അതേസമയം തന്നെ നമ്മൾ കുറച്ചുകൂടെ കൺസംഷൻ ഓറിയന്റഡ് ഉള്ള, അതായത് റെഡിമെയ്ഡ് പോലുള്ള കമ്പനീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്റ്റാർട്ടിങ് അക്യുമുലേഷൻ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വോളിയത്തിൽ അതിൽ ഇമ്പ്രൂവ്മെന്റ് ആണ്. ബട്ട് ഇതില് ഈ KPR മിൽ പോലുള്ള സ്റ്റോക്സ് ഒക്കെ നമ്മൾ നോക്കുക, അത്രത്തോളം ഒരു ഡൗൺ സൈഡ് അതിന് വന്നിട്ടില്ല. ബട്ട്
ഇപ്പോഴും ഒരു സൈഡ് ബേസ് ആയിട്ട് ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു സൈഡ് ബേസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ KPR മില്ലിന്റെ തന്നെ ഒരു എക്സാമ്പിൾ, അത് ടോപ്പിൽ ട്രേഡ് ചെയ്യുന്ന 1300 അതിന്റെ ലോവർ റേഞ്ച് എന്ന് പറയുന്നത് 800 ആണ്. അപ്പൊ ഈ ഒരു ലെവലിലാണ് ഇപ്പോഴും അത് പ്ലേ ചെയ്യുന്നത്. നിയർലി അത് 1000 അടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. 1300 1000 വന്നു എന്നുള്ളത് കറക്റ്റ് ആണ്. ബട്ട് അവിടെ നിന്ന് ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് അതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് അത് മാറിയിരിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇംപ്രൂവ്മെന്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അക്യുമുലേഷൻ ഫേസിലേക്കാണ് അത് പോകേണ്ടതുണ്ട്. അപ്പോൾ ചില സ്റ്റോക്സുകളിൽ നമുക്കത് സ്പെസിഫിക് ആയിട്ട് വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ്സ് കാണുന്നുണ്ട്, ചില സ്റ്റോക്സുകളിൽ അങ്ങനെ ഇല്ല. ബട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് വരികയാണെങ്കിൽ ഇതെല്ലാം തന്നെ മിഡ് ക്യാപ്പിലായതുകൊണ്ട് വളരെ സ്പീഡിലായിട്ടുള്ള റിക്കവറി ആയിരിക്കും അതിൽ സംഭവിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരു വളരെ കോഷ്യസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഇപ്പോഴത്തെ നിലയിൽ നല്ലത്. സർ, അടുത്തായിട്ട് NBCCയെ സംബന്ധിച്ചിടത്തോളമാണ് ചോദിക്കാനുള്ളത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഡബിൾ കോൺട്രാക്റ്റ് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നാൽക്കോയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 255 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റും, സെയിൽ ബൊക്കാറോയിൽ നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 34 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റുമാണ് NBCCയെ സംബന്ധിച്ചിടത്തോളം നേടാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ NBCC പരിശോധിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ടെക്നിക്കലി നോക്കുകയാണെങ്കിലുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയായിരിക്കും? MBCC നമ്മൾ കഴിഞ്ഞ ദിവസവും ഡിസ്കസ് ചെയ്തിരുന്നു എന്നാണ് തോന്നുന്നത്. ഞാൻ അതിൽ പോസിറ്റീവ് വ്യൂ ഉള്ള ഒരു ആള് തന്നെയാണ്. ഒരു ലോവർ ലെവൽ എന്ന് പറയുന്നത് 102 എന്ന ലെവലിൽ വളരെയധികം കൺസോൾട്ടേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട് സോൺ ഉള്ളതാണ്. അപ്പോൾ ഈ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു പോസിറ്റീവ് റിക്കവറിക്ക് വരാൻ സാധ്യതയുണ്ട്. അതിൽ വോളിയം അതിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് അടുത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബൈ ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി ഉള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 120 ആണ്. ബട്ട് 120 എബോ പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അതിന് കാണുന്നത്. വോളിയത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ പ്രൈസ് മൂവ്മെന്റ്സിൽ വളരെ ഇപ്പോൾ സ്ലോ ആണ്. അതിലൊരു പ്രൈസ് മൂവ്മെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് വ്യൂ ചെയ്യുക. ഇപ്പോൾ സൈഡ് വൈസ് അല്ലെങ്കിൽ 100 ലെവൽ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. അതിനടുത്ത് കിട്ടുകയാണെങ്കിൽ റിക്കവറി അല്ലെങ്കിൽ റിട്രേഡ് ബൈ എന്നുള്ള ലെവലിലേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. സർ, അടുത്തായിട്ട് ബ്ലാക്ക് ബക്കിനെ സംബന്ധിച്ചിടത്തോളമാണ് ചോദിക്കാനുള്ളത്. നിലവിൽ ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു ഈക്വൽ വെയിറ്റ് റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതായത് ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്ത് വരുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും ബ്ലാക്ക് ബക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നൊരു വ്യൂ ആണ് മോർഗൻ സ്റ്റാൻലി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ബ്ലാക്ക് ബക്കിൻ്റെ ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ടെക്നിക്കൽ ലെവൽ ഏതൊക്കെയായിരിക്കും? ഇതിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് കാണുന്നത്. വോളിയം വളരെ കുറവാണ്. ഇതൊരു ട്രേഡിംഗ് സ്റ്റോക്സ് എന്നുള്ള രീതിയിലല്ല നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ബട്ട് എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ലെവലിൽ അത് സപ്പോർട്ട് സോണിലാണ്, ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണിലാണ്, പോസിറ്റീവ് ആണ്. 750 പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു പോസിറ്റീവായിട്ട് നിലനിൽക്കുന്ന സ്റ്റോക്സ് ആണ്. കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ് കാണുന്നത്. പോസിറ്റീവിലേക്ക് പോകാൻ സാധ്യത. താങ്ക് യു അനീഷ് സാർ, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ടെക്നിക്കൽ ഡീറ്റെയിൽസ് പങ്കുവച്ചതിന്. Opening hours with MyFin.